എന്നാ എഴുതാൻ തുടങ്ങുന്നത്? നാളെ മുതൽ എഴുതി തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇന്നൽപ്പം റെസ്റ്റ് എടുക്കണം, വല്ലാത്ത ക്ഷീണം. അപ്പുകുട്ടൻ വന്നില്ലേ ചന്ദ്ര? ഇല്ല, അവനിങ്ങ് വരും. വിശ്വാസിന് വേണ്ടി അറേഞ്ച് ചെയ്ത കുക്ക. അല്പ സംഗീതമുണ്ട്, സൂക്ഷിക്കണം. അവന്റെ സംഗീതത്തിനൊന്നും ചെവി കൊടുക്കല്ലേ, നിങ്ങളുടെ ജോലി മുടങ്ങും. ഞാൻ വരട്ടെ. ആ താനാണോ ഇവിടെ കിടന്ന് വിളിച്ചു പോയത്? വിളിച്ചു പോയതാന്ന് തോന്നിയല്ലേ? അതെ, അതെന്റെ ആലാപന ശൈലിയുടെ ഒരു ഇതാണത്. അതായത് അതാണ്. ഇന്ദോളമോളങ്ങൾ ഒഴുകുന്നു തിരുനാളം, മന്ദമായ ആത്മാവിൽ ഒഴുകുന്നു കുഞ്ഞോളം. ഞാൻ പാടുമ്പോൾ ശ്രുതി നോക്കാറില്ല, വെച്ച് കീച്ചും. അത് രാഗത്തിന്റെ മൂടാണത്. നിർത്തി. സാറ് ഭയങ്കര തമാശക്കാരനല്ലേ? അല്ല, മുഖം കണ്ടാലറിയാം. താനാണല്ലേ അപ്പുക്കുട്ടൻ? അതെ, ചന്ദ്രൻ സാറ് പറഞ്ഞയച്ചതാ. ദേ, ഉച്ചക്കലത്തേക്കുള്ള ഊണ് വൈകിട്ട് ഞാൻ വെച്ചു തരാം. ആ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. താൻ പോയി ഊണ് വിളമ്പി. ഇപ്പൊ തന്നെ ഊണ് വിളമ്പിത്തരാം ഞാൻ. തദരി നാനി ഇയാൾ എന്തോന്ന് സിനിമാ സംവിധായകനാ? സംഗീതബോധം തീരെയില്ലെന്നാ തോന്നുന്നു. ഇന്ദോളം പാടിയപ്പോ ഇതാണ് ഗതിയെങ്കിൽ എന്റെ ആനന്ദഭരിയും ഭൂപാളം കേൾക്കുമ്പോ എന്തായിരിക്കും സ്ഥിതി? ഇയാൾക്ക് വട്ടളയത് തന്നെ. അയ്യേ, ഇയാളുടെ കൂടെ എന്നാ ഒരു സംഗീത സംവിധായകനാകാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഈ നശിച്ച കുശിനിപ്പണിക്ക് ഈ ചട്ടിയും കലവും കഴുകാൻ ഇവിടെ വന്നത്. ഇവിടെ വല്ലതും നടക്കും. സാറേ ചായ. അല്ല സാറേ, ഈ തിരക്കഥ എന്ന് പറയുന്നത് ഈ തിരക്കിട്ടെഴുതുന്ന കഥ എന്നല്ലേ എന്റെ അർത്ഥം? അല്ല, അത് നേരത്തെ എനിക്ക് അറിയാമായിരുന്നെങ്കിലും സാറ് ഒരു തിരക്കൂലാണ്ട് ഇങ്ങനെ ഇരിക്കണം കണ്ടപ്പോ എനിക്കൊരു സംശയം, അതുകൊണ്ട് ചോദിച്ചതാ. താൻ കല്യാണമൊക്കെ കഴിച്ചാണോ? പിന്നെ കഴിച്ചു, 2 കഴിച്ചു. ആ, എന്റെ സംഗീതഭ്രമം വരുത്തി വെച്ചൊരു വിനയ സാറേ ഇത്. അങ്ങനെ അങ്ങ് പറ്റിപ്പോയി. അവളുമാരെ പേര് കേട്ടപ്പോ ഞാനങ്ങ് വീണുപോയി. ഒരുത്തിയുടെ പേര് എസ് ജാനകി, മറ്റവളുടെ പേര് പി സുശീല. അത് കൊള്ളാമല്ലോ. പേര് മാത്രമേ ഉള്ളൂ സാറേ, സംഗീതം ഇല്ല. രണ്ടിനെയും സംഗീതം പഠിപ്പിച്ച് ഞാൻ മടുത്ത്. വാസനയില്ല സാറേ. എന്റെ പിള്ളേരെങ്കിലും എന്റെ പേര് കളയാതിരുന്നാ മതിയായിരുന്നു. എത്ര കുട്ടികളുണ്ട്? ആകെ 3 പേരാ. മൂത്തവൻ എസ് ജാനകിയുടെ മകനാ, ഇളയരാജ. പി സുശീല കഴിഞ്ഞ മാസം ഇരട്ട പ്രസവിച്ചേ ഉള്ളൂ. 2 ആൺകുഞ്ഞുങ്ങളാ. എന്ത് പേരിട്ടു? എന്ത് പേരിട്ടെന്ന്? ലക്ഷ്മികാന്ത് പ്യാരിലാൽ. എന്തേ? ആ, ഇന്ന് ഇത്രയും മതി. എനിക്ക് കുറച്ച് ജോലി. അയ്യോ,
അതിലൊരു മലരിളകി മപധ ഗമപ ഗമരിഗരി പഗരിഷ ധനനധീം ധനനധീം ധീരന ധനനധീം ധനനധീം ധീരന വിണ്ണിൻ കൈകൾ കതിരുകൾ തൂകി മണ്ണിൻ മൗനം മധുസ്വരമായി വിണ്ണിൻ കൈകൾ കതിരുകൾ തൂകി മണ്ണിൻ മൗനം മധുസ്വരമായി പ്രേമവാഹിനികൾ പാടുന്നു പുഷ്പവല്ലരികളാടുന്നു പ്രേമവാഹിനികൾ പാടുന്നു പുഷ്പവല്ലരികളാടുന്നു ധിരനധീം ധിരനധീം സാമഗപമധപഥ ധപഥ ധനനധീം ധനനധീം ധീരന ധനനധീം ധനനധീം ധീരന താഴ്വാരങ്ങൾ അരുണിമ ചാർത്തി തളിർവാടങ്ങൾ കുടകൾ നിവർത്തി താഴ്വാരങ്ങൾ അരുണിമ ചാർത്തി തളിർവാടങ്ങൾ കുടകൾ നിവർത്തി ദേവഭാവനകൾ പൂക്കുന്നു മാരിവില്ലൊളികൾ പാകുന്നു ദേവഭാവനകൾ പൂക്കുന്നു മാരിവില്ലൊളികൾ പാകുന്നു. You carry on, please. I am sorry. Sir? വിശ്വനാഥ സാർ അല്ലേ? അതെ, എന്നെ അറിയോ? പരിചയപ്പെട്ടിട്ടില്ല, കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? എറണാകുളത്ത് വെച്ച്. ഞാൻ എവിടെയാ പഠിച്ചത്? അത് ശരി. എന്താ പേര്? ശ്യാമ. ശ്യാമ. മേനോ സാറിന്റെ ചന്ദ്രന്റെ സിസ്റ്റർ അല്ലേ? അതെ. എങ്കിലും നേരത്തെ പറഞ്ഞൂടെ? ഞാൻ നിങ്ങളുടെ ഒരു അതിഥിയല്ലേ? എന്ന് ഇവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? വല്ലപ്പോഴും, മറന്നു പോകാതിരിക്കാൻ. ആരായി പാട്ട് പാടിയിരിക്കുന്നത്? നല്ല സ്വരം. ഹരി. ശരി, കാണാം. ഗുഡ് മോർണിംഗ് ജെന്റിൽമാൻ. മോർണിംഗ് സർ. സിനിമാക്കാർക്കും ഇങ്ങനെ ചില നല്ല സ്വഭാവങ്ങളൊക്കെ ഉണ്ടോ? സിനിമാക്കാരാണെങ്കിൽ നേരെ അങ്ങ് ഓടിപ്പോവും. ഇതുപോലെ വഴിയിൽ വന്ന് അണച്ചു കുത്തിയിരിക്കില്ല. തനിക്ക് ചെറുപ്പായതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നും. എന്റെ ഈ പ്രായം വരുമ്പോ നിങ്ങളൊന്നും ബെഡിൽ നിന്ന് എഴുന്നേക്കില്ല. എന്റെ സ്ഥിരം റൂട്ടാണിത്. ഓടി വന്ന് കുറച്ചു സമയം ഇവിടെ ഇരിക്കും, പിന്നെ തിരിച്ച് നടന്നങ്ങ് പോവും. ആ, താനും വാ, ഒരു കൂട്ടായല്ലോ. വിശ്വൻ ഇന്നലെ ശ്യാമയെ പരിചയപ്പെട്ടു അല്ലേ? ആ. അവൾ ഇന്നലെ മുഴുവൻ കരച്ചിലായിരുന്നു. എന്തു പറ്റി? ഹരിയെ കുറിച്ച് അവളോട് ചോദിച്ചോ? ഹരിയെ കുറിച്ചൊന്നും ചോദിച്ചില്ല. ടേപ്പ് റെക്കോർഡറിൽ പാട്ട് കേട്ടപ്പോ അത് ആരാണ് പാടിയെന്ന് ഞാൻ ശ്യാമയോട് ചോദിച്ചു. ഹരിയാണെന്ന് പറഞ്ഞു. കൂടുതലൊന്നും ഞാൻ ചോദിച്ചില്ല. ഹരിയെ കുറിച്ച് എന്തെങ്കിലും ഒരു മെൻഷനിങ് ഉണ്ടായാൽ മതി, അവൾ അന്ന് മുഴുവൻ മൂഡ് ഔട്ടാ. അയ്യോ സാർ,
ഞാനൊന്നും അറിഞ്ഞുകൊണ്ട് ചോദിച്ചതല്ല. നോ നോ, ദാറ്റ് ഈസ് നൺ ഓഫ് യുവർ ഫാൾട്ട്. ഇനി കണ്ടുമുട്ടുമ്പോ ഒന്ന് ഓർമ്മയിൽ വെക്കാൻ വേണ്ടി പറയാൻ. വരൂ. ഹരി ഉണ്ടായിരുന്നെങ്കിൽ ശ്യാമയുടെ അവന്റെയും വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോ 2 വർഷമാകുമായിരുന്നു. ആരായി ഹരി? എന്റെ സഹോദരിയുടെ മകൻ. ഹരിയുടെ പ്രസവത്തോട് അവൾ മരിച്ചു. അളിയൻ പിന്നെ മറ്റൊരു വിവാഹം കഴിച്ചു. 1-2 വർഷത്തേക്ക് ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഇപ്പോ അയാൾ എവിടെയാണെന്ന് പോലും അറിയില്ല. ഹരി പിന്നെ ഞങ്ങളുടെ കൂടെയാണ് വളർന്നത്, എന്റെ സ്വന്തം മകനെ പോലെ. എന്റെ ഭാര്യയ്ക്കാണെങ്കിൽ ചന്ദ്രനേക്കാളും ശ്യാമയെക്കാളും സ്നേഹം ഹരിയോടായിരുന്നു. ഹരി ഇപ്പൊ എവിടെയുണ്ട്? ഒരു ബൈക്ക് ആക്സിഡന്റിൽ സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നുവെന്നാണ് ഡോക്ടർമാരൊക്കെ പറഞ്ഞത്. അപകടമുണ്ടായിട്ട് 3 മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഹരി ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും ഒക്കെ കഴിഞ്ഞു. ശ്യാമ പിന്നീട് കോളേജിൽ പോയിട്ടില്ല. ഒക്കെ വിധിയാണ്. കമോൺ, വരൂ. രഥോത്സവം. കഥാ തിരക്കഥാ സംഭാഷണം സംവിധാനം വിശ്വനാഥൻ. സീൻ നമ്പർ 1, പ്രഭാതം. രഥങ്ങൾ നിരന്നുകിടക്കുന്ന ക്ഷേത്രാങ്കണം. പശ്ചാത്തലത്തിൽ ഉടുക്കിന്റെ താളത്തിനോടൊപ്പം മുറുകി വരുന്ന ദേവീസ്തവം. ഉടുക്കിന്റെ താളത്തിനോടൊപ്പം മുറുകി വരുന്ന ദേവീസ്തവം. തദരീ നനാനേ താനലനാനീ തദരീ നനാനന താലനേ താനലനേ. രോമം അല്ല, രോമാഞ്ചം. ഓ, എന്റെ സംഗീതം കൂടി ഉണ്ടെങ്കിൽ ഈ പടം കലക്കും. തദരീ ഞാൻ സാറിന്റെ ഈ കഥയിലെ 1ാമത്തെ രംഗം ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കിയായിരുന്നു. രാഗം ആനന്ദഭൈരവി. ഒരു ലേശം അപശ്രുതി തോന്നിയില്ലേ? സ്വല്പം തോന്നണം. അതെ, ആനന്ദഭൈരവി രാഗം മിശ്രജാപ്പ് താളത്തിൽ പാടുമ്പോ ശ്രുതി തെറ്റണം. അതാ എന്റെ ശരി. നീ ആരോട് ചോദിച്ചാ എന്റെ സ്ക്രിപ്റ്റ് എടുത്ത്? ഞാൻ ചോദിക്കാൻ വന്നപ്പോഴേക്കും സാർ ഓടാൻ പോയി. മേലിൽ ഞാനില്ലാത്തപ്പോൾ എന്റെ മുറിയിൽ കയറുകയോ അവിടെ നിന്നൊരു കഷ്ണം കടലാത്തെടുക്കുകയോ ചെയ്താൽ എന്റെ സ്വഭാവം മാറും. നിനക്ക് കാള കളിക്കാനുള്ളതല്ല ഞാൻ എഴുതി വെക്കുന്ന സാധനം, മനസ്സിലായോ? ചായ ഉണ്ടാക്കിയോ? ഇല്ല ഇല്ല, ഇപ്പൊ ഉണ്ടാക്കാം. നിക്കവിടെ. ഈ ശവപ്പെട്ടി ഇവിടെ എടുത്തോണ്ട് പോ. ശവപ്പെട്ടിയോ? ഇതെന്റെ ചോറാണ് സാറേ. പോയി ചായ ഉണ്ടാക്കി.
എന്താ ഇവിടെയൊക്കെ? ഒക്കെ ഒന്ന് കാണാൻ. പുതിയ പടത്തിന്റെ പശ്ചാത്തലം ഇതൊക്കെയാണ്. സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങിയോ? തുടങ്ങി വെച്ചു. എന്താ ഇത്രയും കാലം ഒന്നും ചെയ്യാതിരുന്നത്? പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. സം പേഴ്സണൽ പ്രോബ്ലംസ്. ഓർമ്മകളില്ലേ അവസാനം വന്ന പടം? ആ. ഇപ്പൊ 2.5 വർഷമായി കാണൂല്ലേ? ശ്യാമയ്ക്ക് നല്ല ഓർമ്മശക്തിയാണല്ലോ. സഞ്ചരിക്കുന്ന ഫിലിം എൻസൈക്ലോപീഡിയ. ഞങ്ങൾ സാറിന് ഫിലിം എല്ലാം കാണുമായിരുന്നു. ഉം. ഹരിയാണെങ്കിൽ 2-3 തവണ കാണും. ഒരിക്കൽ കോളേജിലെ ഫിലിം ക്ലബിൽ വെച്ച് ഓർമ്മകൾ ബോറാണെന്ന് പറഞ്ഞൊരു കുട്ടിയെ ഹരി തല്ലുക കൂടി ചെയ്തു. ആഹാ. എന്നാ ഈ അമ്പലത്തിലെ രഥോത്സവം? അടുത്ത മാസം. എന്താ? എന്റെ പുതിയ പടത്തിന്റെ പേര് രഥോത്സവം എന്നാ. ഇവിടെ ഇങ്ങനെ വർഷാവർഷം രഥോത്സവം നടത്താൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? വല്ല ഐതിഹ്യമോ കഥകളോ എന്തെങ്കിലും? ഉണ്ട്. എന്താ ഒന്ന് പറഞ്ഞുതരാമോ? പറഞ്ഞുതരാം. ഒന്ന് തൊഴുതിട്ട് വരട്ടെ. ഒരു 10 മിനിറ്റ്. ബോറടിക്കോ? ബോറടിക്കും. എന്നാലും കാത്തു നിൽക്കാം. കഥ കേൾക്കണ്ടേ?